നടൻ കൊല്ലം തുളസിയിൽ നിന്ന് 22 ലക്ഷം രൂപ തട്ടിയ കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ. നിക്ഷേപിക്കുന്ന പണം ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് പറഞ്ഞാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി സന്തോഷ് കുമാർ, മകൻ ദീപക് എന്നിവരാണ് പിടിയിലായത്. ഡൽഹിയിൽ നിന്നാണ് പ്രതികളെ മ്യൂസിയം പോലീസ് പിടികൂടിയത്. ജി ക്യാപിറ്റൽ എന്ന സ്വകാര്യ കമ്പനിയുടെ മറവിലായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഓരോ ദിവസവും 300 രൂപ പലിശ, 22 ലക്ഷം ഇട്ടാൽ ദിവസവും 6,900 രൂപ തുടങ്ങിയവയായിരുന്നു വാഗ്ദാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുളസി ആദ്യം 2 ലക്ഷം രൂപ നിക്ഷേപിച്ചു. ഇത് 4 ലക്ഷമായി തിരിച്ചു ലഭിക്കുകയും ചെയ്തു. പിന്നീട് 4 ലക്ഷം നൽകിയപ്പോൾ 8 ലക്ഷം രൂപ തിരികെ കിട്ടി. തുടർന്ന് 22 ലക്ഷം രൂപ തുളസി നിക്ഷേപിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം സ്ഥാപനം പൂട്ടി. പണം തിരിച്ചു നൽകാതെ പ്രതികൾ മുങ്ങുകയും ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം ബാങ്കിൽ നമ്മൾ വരവുക, എല്ലാം വളരെ സുതാര്യമാണ്. ബാങ്കിൽ കൂടാണ് നമ്മൾ ഇടുന്നത്, അല്ലാതെ ഒരു പൈസ മേടിക്കത്തില്ല. ബാങ്കിൽ കൂടാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. പിറ്റേ ദിവസം പോലെ പേയ്മെന്റ് വന്നു തുടങ്ങി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളോണേഴ്സിന് ആളെ കാണാനില്ല. ആള് മുങ്ങി അന്വേഷിച്ചപ്പോൾ നെതർലാൻഡിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം പൊട്ടിപ്പോയി. അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. അവിടെ ചെന്ന് ട്രേഡ് ചെയ്ത് കാശുണ്ടാക്കാൻ പോയിരിക്കുകയാണ്. ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൊല്ലം തുളസി DGPക്ക് പുറമെ നവകേരള സദസ്സിലടക്കം പരാതിയും നൽകിയിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടിയതോടെ കൂടുതൽ പേർ പരാതികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.